നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന അത്യപൂർവമായ ഒരു സംഭവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വാർത്ത ചെയ്യുന്നത്. അത്യപൂർവമെന്നോ അപൂർവങ്ങളിൽ അപൂർവമെന്നോ നമുക്ക് ഈ ഒരുമിച്ച് കൂടലിനെ വിശേഷിപ്പിക്കാം. 15 ചെറുപ്പക്കാരുൾപ്പെടെ 45 പേർ ഒരുമിച്ച് കൂടി 36 മണിക്കൂർ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം. അതും അവരവർക്ക് വേണ്ടിയല്ല, തിരുസഭയ്ക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും പേരറിയാത്തവർക്കും നാടറിയാത്തവർക്കും വേണ്ടിയും ദൈവസന്നിധിയിൽ ഉരുകിത്തീർത്ത മണിക്കൂറുകൾ. പൂർണ്ണ ശാന്തതയിൽ ദിവികാരുണ്യനാഥന്റെ മുമ്പിൽ ചെറുപ്പക്കാരും മുതിർന്നവരും ഹൃദയം വെച്ച് പ്രാർത്ഥിച്ച അപൂർവ അനുഭവം. മേമ്പൊടിയായി നമുക്ക് മുമ്പ് ദൈവത്തെ സ്നേഹിച്ച് കടന്നുപോയ 200-ലധികം വിശുദ്ധരുടെ തിരുശേഷിപ്പുകളുടെ സാന്നിധ്യവും. ആ തിരുശേഷിപ്പുകൾക്ക് നടുവിലിരുന്ന് ചെറുപ്പക്കാരും മുതിർന്നവരുമായ ഒരുപറ്റം ആളുകൾ ഏകസത്യ ദൈവത്തെ ആരാധിക്കുന്ന അത്യപൂർവ ശുശ്രൂഷ സാക്ഷ്യം വഹിച്ചത് കുന്നന്താനം സെഹിയോൻ ധ്യാന കേന്ദ്രം. സകല വിശുദ്ധരെ കർത്താവിൻ സ്നേഹം അറിഞ്ഞവരെ, സകല വിശുദ്ധരെ കർത്താവിൻ സ്നേഹം. ഈ കഴിഞ്ഞ ഓഗസ്റ്റ് 29, 30, 31 തീയതികളിൽ നടന്ന ഈ അനുഗ്രഹ മണിക്കൂറുകളിലേക്ക് അല്ലെങ്കിൽ ഈ അനുഗ്രഹ ശുശ്രൂഷയിലേക്ക് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ എത്തിക്കാൻ സഹായിച്ചതും വേണ്ടവിധം അവ ഒരുക്കിയതും സംരംഭകനും അതിലുപരി ദൈവശുശ്രൂഷകനുമായ സാജൻ പുലിക്കാട്ടിൽ എന്ന സഹോദരനാണ്. അതുപോലെ ഇത്രയേറെ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കൊണ്ടുവന്നതും അവയുടെ സൂക്ഷിപ്പുകാരനായി നിലകൊള്ളുന്നതും ബ്രദർ മനു കാട്ടടിയും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷാ സമൂഹവുമാണ്. ശുശ്രൂഷയിൽ ബ്രദർ മനു കാട്ടടിയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഫാദർ ഷാജി തുമ്പേച്ചിറയിൽ, ഫാദർ തോമസ് പ്ലാപ്പറമ്പിൽ, ബ്രദർ ഇമ്മാനുവൽ തുടങ്ങിയവർ ശുശ്രൂഷകൾക്കും പ്രാർത്ഥനകൾക്കും നേതൃത്വം വഹിച്ചു. ഈ അനുഗ്രഹ മണിക്കൂറുകളുടെ വിജയത്തിനായി അതിൻ്റെ മുന്നിലും പിന്നിലുമായി അനേകം ശുശ്രൂഷകർ പങ്കുവഹിച്ചു. തിരുസഭയ്ക്കായി, ലോകം മുഴുവനെയും ദൈവസന്നിധിയിൽ കൊടുത്ത് പ്രാർത്ഥിക്കുന്നതിനായി. ശാന്തമായി തീക്ഷ്ണമായി ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന, ആരാധന ജീവിതമായി കണ്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമൂഹം വളർന്നു വരുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തുതി.